എന്താണെന്ന് പറയുമെന്നാണ് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഇവരുടെ ജനനം നിങ്ങളുടെ കുടുംബത്തിലുണ്ടായി. ഇവരുടെ ബാല്യകാലം മുഴുവൻ നാം എടുത്തുകൊണ്ട് നടന്ന് താലോലിച്ച് വളർത്തിയ മകൻ നല്ല വിദ്യാഭ്യാസം ദൈവം കൊടുത്തു. അവർക്ക് തക്കതായ ജോലിക്ക് വേണ്ട കോഴ്സുകൾ പഠിപ്പിച്ചു. ജോലി ദൈവം നൽകി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രകാരം ദൈവം തക്കതായ തുണയെ ഒരുക്കണമേ എന്ന് ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചത് മുഖാന്തരം ദൈവം അതിനുള്ള വഴികൾ ഇന്ന് പോയി കാലം ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ കുഞ്ഞുങ്ങളെ ഇരുവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബജീവിതം മറ്റ് ആര് പ്രാർത്ഥിക്കുന്നതിലും വലിയ കാര്യമായി തന്നെ നാം അത് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ മാതാപിതാക്കളായിരിക്കുക. ഞാൻ ഈ സന്ദർഭത്തിൽ ലിബിനോട് ഇപ്രകാരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. അതിനുശേഷം സോമിയോട് ചോദിക്കും, താനും അതിനുള്ള ഉത്തരം നൽകണം. ലിബിൻ എന്ന യുവാവ്, നിന്റെ സമീപേ നിൽക്കുന്ന സോമി എന്ന ഈ യുവതിയെ നിന്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിക്കുവാൻ ദൈവീയ നിയമപ്രകാരം കുടുംബജീവിതത്തിൽ ഏർപ്പെടുവാൻ താല്പര്യപ്പെടുന്നുവോ? നീ ഇവളെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് മരണം നിങ്ങളെ വേർപിരിക്കും വരെ വിശ്വസ്തയോടെ ഒരു ഉത്തമ ഭർത്താവായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തടസ്സമായി രഹസ്യമായോ പരസ്യമായോ ഏതെങ്കിലും കാര്യം നിന്റെ ജീവിതത്തിലുണ്ടോ? സോമിയോട്, സോമി എന്ന യുവതി നിന്റെ സമീപം നിൽക്കുന്ന ലിബിൻ എന്ന യുവാവിനെ നിന്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിക്കുവാനും ദൈവിക നിയമപ്രകാരം വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കുവാനും നീ ഇവനെ മാത്രം സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് മരണം നിങ്ങളെ വേർപിരിക്കും വരെ വിശ്വസ്തയോടെ ഒരു ഉത്തമ ഭാര്യയായിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇവര് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുവരും ഒരേ മനസ്സോടെ സമ്മതം അംഗീകരിച്ചിരിക്കാൻ നാം ഈ സന്ദർഭത്തിൽ ദൈവ സന്നിധിയിൽ അവരെടുത്ത തീരുമാനപ്രകാരം ഈ സന്ദർഭത്തിൽ പാസ്റ്റർ മുരളീധരൻ പ്രാർത്ഥിച്ചാണ്. സ്നേഹവാനായ ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ ഉദ്ദേശം മൂലം ദൈവമേ, അങ്ങയുടെ ഹിതം മൂലം ദൈവമേ, ഇന്ന് പകൽക്കാലം ദൈവമേ പ്രിയ ലിബിൻ മാത്യു ജോണും സോമിയും തമ്മിലുള്ള വിവാഹത്തിന് ദൈവമേ അങ്ങ് ചെയ്യുന്നു. ദൈവമേ, ഹല്ലേലൂയ. അങ്ങ് അങ്ങയുടെ ഹിതപ്രകാരം ദൈവമേ അത് ഉചിതവും ഭംഗിയായി എല്ലാം ദൈവമേ വളരെ ദൈവമേ അനുഗ്രഹമായി തീരുവാൻ തക്കോണം അങ്ങ് സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. സർവ്വകാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഇരിക്കണം, അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ഉത്തമ സ്ത്രീയായ ബാലയെ തിരഞ്ഞ ബ്രാഹ്മിൻ ഭൃത്യവരൻ ചെയ്ത വേലയെ പോൽത്തുണ തുടർന്ന പോലയെ ഈ വീടയും നീ ചേർത്തരൂടിവർക്കാരങ്ങടെ നല്ല മണവാളൻ താണിക്കുള്ള മണവാട്ടിയുമായി നല്ല മണവാളൻ താണിക്കുള്ള മണവാട്ടിയുമായി കല്യമോദം ചേർന്നു സുഖി ചല്ലൽ വേടി നീടുവാനും കല്യമോദം ചേർന്നു സുഖി ചല്ലൽ വേടി നീടുവാനും ഇനി മംഗല്യം ശോഭിക്കുവാൻ
കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്ത എന്നും കനിവുള്ള ദൈവമേ. നിങ്ങൾ ഇരുവരും നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഉഭയസമ്മതം ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പായി ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായി ദൈവത്തോട് നിങ്ങൾ അപേക്ഷിച്ചാൽ നമുക്ക് ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നാം എല്ലാവരും ഇവർക്കായി പ്രാർത്ഥിക്കാം. സ്തോത്രം. Praise Jesus. ലിബിൻ എന്ന ഞാൻ സ്വാമി എന്ന നിന്നെ എൻ്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിച്ചു കൊള്ളുന്നു. ആകയാൽ വിശുദ്ധ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും രോഗത്തിലും സങ്കടത്തിലും സന്താപത്തിലും നിന്നെ കരുതുകയും നിന്നെ സ്നേഹിച്ചും സംരക്ഷിച്ചും കൊള്ളാമെന്ന് ഈ സന്ദർഭത്തിൽ ത്രിയേക ദൈവത്തിൻ്റെയും സ്വർഗീയ ദൂതന്മാരുടെയും പരിശുദ്ധ സഭയുടെയും സന്നിഹിതരായിരിക്കുന്ന സാക്ഷികളുടെയും മുമ്പാകെ ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. ത്രിയേക ദൈവവും സഭയും ഈ ഉടമ്പടിക്ക് സാക്ഷിയാകുന്നു. ആകാശം ഭൂമി സ്വാമി എന്ന ഞാൻ ലിബിൻ എന്ന അങ്ങേ എൻ്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിച്ചു കൊള്ളുന്നു. ആകയാൽ പരിശുദ്ധ ദൈവിക നിയമപ്രകാരം ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും സങ്കടത്തിലും സന്താപത്തിലും അങ്ങേ മാത്രം സ്നേഹിച്ചും ബഹുമാനിച്ചും സംരക്ഷിച്ചും കീഴ്പ്പെട്ടും കൊള്ളാമെന്ന് ഈ സന്ദർഭത്തിൽ ത്രിയേക ദൈവത്തിൻ്റെയും സ്വർഗീയ ദൂതന്മാരുടെയും പരിശുദ്ധ സഭയുടെയും സന്നിധിതരായിരിക്കുന്ന സാക്ഷികളുടെയും മുമ്പാകെ ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. ത്രിയേക ദൈവവും സഭയും ഈ ഉടമ്പടിക്ക് സാക്ഷിയാകുന്നു. ആമേൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവനും ആകാശം ഭൂമി നിർമ്മിയാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ വരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ വരം വാഴ്ത്തുവിൻ. ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകൻ ത്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും. ഏകത്തെ മംഗളങ്ങൾ മേൽമേലായി, ഏകത്തെ മംഗളങ്ങൾ മേൽമേലായി. ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങൾ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കരുണയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. ദൈവം തൻ്റെ മഹാകൃപയാൽ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൊഴിക്കട്ടെ. നിങ്ങളുടെ ജീവകാലം മുഴുവനും ആത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും ദൈവകൃപയും കരുണയും അനുഭവിക്കുന്നവരായി സ്നേഹത്തിലും സമാധാനത്തിലും കാക്കപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് അനാദിയായും ശാശ്വതമായും
തലമുറ തലമുറയായും സങ്കേതമായിരിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഈ യുവാവും യുവതിയും ഇന്ന് പോൽക്കാലം ത്രിയേക ദൈവത്തിന്റെയും സ്വർഗീയ ദൂതന്മാരുടെയും പരിശുദ്ധ സഭയുടെയും സാക്ഷികളായിരിക്കുന്ന ഏവരുടെയും മധ്യത്തിൽ ഇവർ അന്യോന്യം ഉടമ്പടി ചെയ്ത് ഇന്ന് പോൽക്കാലം അവരെ അങ്ങ് കൂട്ടി യോജിപ്പിച്ച വൻകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നു മുതൽ അവരുടെ കുടുംബജീവിതം കർത്താവിന്റെ ഇഷ്ടപ്രകാരമായിരിക്കാനോട് നിടയാക്കണമേ. സകലവിധ ദോഷത്തിൽ നിന്നും ദൈവം അവരെ കാക്കുമാറാകണമേ. ദൈവഹിതം ഈ പുതിയ കുടുംബത്തിൽ കാണപ്പെടുവാനോട് നിടയാക്കണം. അനേക യൗവനക്കാർക്ക് ഇവരൊരു മാതൃകയുള്ള കുടുംബമായി കാണപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. അങ്ങയുടെ വചനപ്രകാരം അങ്ങയുടെ വചനത്തിൽ വായിക്കുന്നത് പോലെ അബ്രാഹാമിന് സാറായോട് കൂടി ചേർത്ത് കർത്താവേ ഇസഹാക്കിന് റിബേക്കയോട്, യാക്കോബ് റാഹേലിനോട് ചേർന്നിരുന്നത് പോലെ ബോവസ് രൂത്തും ഒന്നിച്ച കുടുംബജീവിതം നയിച്ചതുപോലെ അക്കില്ലാവും പ്രിസ്കില്ലാവും ദൈവ ഇഷ്ടം ചെയ്തതുപോലെ ഈ കുഞ്ഞുങ്ങൾ കർത്താവേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരായി വലിയവനായ ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ചവനാകിയാൽ ഇവരെ ഇന്ന് പോൽക്കാലം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകിയാൽ ഇന്ന് പോൽക്കാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഇവരെ ഏൽപ്പിച്ച് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവരുടെ കുടുംബജീവിതം ധന്യമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സുദൂരമീ നെന്മാനമേ സ്വർഗസ്ഥനീ ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. ദൈവം സംയോജിപ്പിച്ച നാൾ ദൈവം സംയോജിപ്പിച്ച നാൾ. ദൈവത്തിന്റെയും പരിശുദ്ധ സഭയുടെയും സാക്ഷികളുടെയും മുമ്പാകെ ഇരുവരും കരം കൊടുത്ത് ഉഭയസമ്മതം ചെയ്യുകയും അവർ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നു എന്നുള്ള വിവരം 2020 ആണ്ട് ജൂൺ മാസം 4-ാം തീയതി സന്നിഹിതരായിരിക്കുന്ന സാക്ഷികളുടെ മുമ്പാകെ മാരിയ രജിസ്റ്റർ എന്ന നിലയിലും ദൈവിക ശുശ്രൂഷൻ എന്ന നിലയിലും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അഭിഷേകത്തെയും അധികാരത്തെയും ആധാരമാക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഇന്ന് മുതൽ മിസ്സസ് ആൻഡ് മിസ്റ്റർ എന്ന് ഇവര് ആയി തീർന്നിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം. കരമടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആകയാൽ പരിശുദ്ധ ദൈവ വചനപ്രകാരം ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ജനമെല്ലാം ആമീൻ പറഞ്ഞാട്ടെ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇപ്പോൾ ദൈവവചനത്തിൽ നിന്നൊരു സങ്കീർത്തന ഭാഗം 128-ാം സങ്കീർത്തനം സന്തോഷ് മാത്യു വായിക്കും. അതിനുശേഷം ദൈവവചനത്തിൽ നിന്ന് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ.
ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും, വിശേഷാൽ ഇന്ന് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന പ്രിയ ലിബിനെയും സോമിയെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Colossians chapter 3 verses 18 and 19. Wives, submit yourselves to your husbands, as is fitting in the Lord. Husbands, love your wives and do not be harsh with them. May God bless you. സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാണ്. तुम भी अपने पति के अधीन रहो, इसलिए कि यदि इनमें से कोई ऐसा हो जो वचन को ना मानते हो, तो भी तुम्हारे भाई सहित पवित्र चाल चलन को देखकर बिना वचन के अपनी अपनी पत्नी के चाल चलन के द्वारा खींचा जाए। तुम्हारा श्रृंगार दिखावटी ना हो, अर्थात बाल गूंथना और सोने के गहने या भांति भांति के कपड़े पहनना, वरन तुम्हारा छिपा हुआ और गुप्त मनुष्यत्व नम्रता और मन की दीनता की अविनाशी सजावट से सुसज्जित रहे, क्योंकि परमेश्वर की दृष्टि में इसका मूल्य बड़ा है। पूर्व काल में पवित्र स्त्रियां आपको इसी रीति से संवारती और अपने अपने पति के अधीन रहती थी, जैसे सारा अब्राहम की आज्ञा में रहते और उसे स्वामी कहती थी। इसी प्रकार तुम भी यदि भलाई करो और किसी प्रकार के भय से भयभीत न हो, तो उसकी बेटियां ठहरोगी। वैसे ही हे पतियों, तुम भी बुद्धिमानी से पत्नियों के साथ जीवन निर्वाह करो और स्त्री को निर्बल पात्र जानकर उसका आदर करो, ये समझकर कि हम दोनों जीवन के वरदान के वारिस हैं, जिससे तुम्हारी प्रार्थनाएं रुक ना जाए। परमेश्वर के वचन पढ़े और सुने जाने पर परमेश्वर आप दोनों को बहुत ऐसे आशीष दे। ആമേൻ. 1 Corinthians chapter 7, 1-5. Now for the matters you wrote about, it is good for a man not to have sexual relation with a woman. But since sexual immorality is occurring, each man should have sexual relation with his own wife, and each woman has her own husband. The husband should not fulfill his marital duty to his wife, and likewise the wife to her husband. The wife does not have authority over her own body, but else it to her husband. In the same way, the husband does not have authority over his own body, but else it is to his wife. Do not deprive each other, except perhaps by mutual consent, and for a time, so that you may devote yourselves to prayer. Then come together again, so that Satan will not tempt you because of the lack of self-control. യോഗയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കർത്തദാസന്മാരെല്ലാം മുമ്പോട്ട് കടന്നു വന്ന് കരം വെച്ച് അവരെ അനുഗ്രഹിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പാസ്റ്റർ മാത്യു യോഹന്നാൻ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പാ നന്ദിയോടെ വാഴ്ത്തുന്നതിന് ബലബലവശൈഡമനാരകടേ അത്തനാരിമനകടകസിയാര. ഹല്ലേലൂയ. നന്ദിയപ്പാ നന്ദിയപ്പാ. ഹല്ലേലൂയ. ഏദൻ പൂങ്കാവനത്തില് ആദം ഹവ്വയെ അനുഗ്രഹിച്ചവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് യഹോവയാൽ സംഭവിച്ച നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് പറയത്തക്കാണ്. ഇന്ന് വൽക്കാലം അങ്ങയുടെ മക്കളാവുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാനും ദൈവത്താൽ സ്ഥാപിതമായതും പരിശുദ്ധാത്മാവിനാൽ അംഗീകരിക്കപ്പെടുകയും പുത്രനായ യേശു ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ചെയ്ത വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ
നടപ്പാനിടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുത്തെ പ്രത്യേക ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ കർത്താവേ, നിത്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉഭയസമ്മതം ചെയ്തുകൊണ്ട് ഭാര്യയും ഭർത്താവുമായി തീർന്നിരിക്കുന്ന ഈ പ്രിയ നിമിനെയും സ്വയം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും അവർ കർത്താവ് രണ്ടുപേരും രണ്ട് ബോട്ടിൽ യാത്ര ചെയ്തവരായിരുന്നു. എന്നാൽ ഇന്ന് കാലം കർത്താവേ, യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ഒരു ബോട്ടിൽ യാത്ര ചെയ്യുവാൻ ദൈവം അവരെ യോഗ്യരാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെ പോലെ ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാനും, നോഹയെ പോലെ പട്ടണം പണിയുന്നവനായി തീരുവാനും, യെഹൂദയെ പോലെ ഇടിഞ്ഞു കിടക്കുന്ന വാളിനെ പണിയുവാനും, തിമോഥെയോസിനെ പോലെ ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നവനായി തീരുവാൻ ദൈവമിടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഉടമലവശം ഞങ്ങളുടെ സ്വാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോലെ കാര്യാദികൾ ചെയ്യുവാനും, എസ്തേറിനെ പോലെ ജനത്തിനു വേണ്ടി കഴിയുവാനും, മറിയെ പോലെ ക്രിസ്തുവിന്റെ പാദമെടുത്തിരിക്കുവാനും ഈ പ്രിയ വൈദ്യനെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഞങ്ങളുടെ ജീവിതത്തിലെ കുറവിനെ കണക്കിടാതെ, ഞങ്ങളുടെ തെറ്റിനെ കണക്കിടാതെ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങള് ഇന്ന് മുതൽ കർത്താവിൽ ആരംഭിക്കുന്ന കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ സഭയായ ദൈവദാസന്മാർ ഒന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ദൂതന്മാർ ഇതിന് സാക്ഷിയാണ്. ഹല്ലേലൂയ. വിശുദ്ധ സഭ ഇതിന് സാക്ഷിയാണ്. വിശുദ്ധ ദൈവദാസന്മാരുടെ സാക്ഷ്യത്തിന് കർത്താവേ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനോടുകൂടെ സാറയും, ഇസ്ഹാക്കിനോടുകൂടെ റിബേക്കയും, യാക്കോബിനോടുകൂടെ റാഹേലിനെയും, അല്ലെങ്കിൽ ബാബസിനോടുകൂടെ റൂത്തിനെയും, സഖറിയാവിനോടുകൂടെ എലിസബത്തിനെയും, അല്ലെങ്കിൽ അഖിലാസിനോടുകൂടെ പ്രിസ്കയെയും അനുഗ്രഹിച്ചവനായ ദൈവമേ, ലിബനോടുകൂടെ സോമിയെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെടും, അകത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് അനുഗ്രഹിക്കപ്പെടും. സ്വർഗ്ഗസ്ഥനായ ദൈവം തമ്പുരാനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ഇസ്രായേലിന്റെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. യാക്കോബിന്റെ ദൈവം ഹല്ലേലൂയ നിങ്ങളോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ഒരിക്കലും അറ്റുപോകില്ലെന്ന് അരുളിച്ചെയ്ത മൂന്നാമനായ ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ, ഇവരുടെ പ്രാർത്ഥന ജീവിതത്തിൽ, ഇവരുടെ ജോലിയിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയാ ഞങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ലിബിനെയും സ്വാമിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉത്തമ ഭർത്താവിന്റെ കടമകൾ ചെയ്യുവാൻ ലിബിനെയും, ഉത്തമ ഭാര്യയുടെ കടപ്പാടുകൾ ചെയ്യുവാൻ സ്വാമിയെയും ദൈവമിടയാക്കാൻ മുതലായി സ്തോത്രം ചെയ്യുന്നു. ഭാവിയിൽ ഇവരൊരു മിഷണറി ഫാമിലിയായി അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ മുതലായി സ്തോത്രം. കർത്താവ് ഇങ്ങനെ ചെയ്തിരിക്കുക, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവീയ അനുഗ്രഹങ്ങളാൽ ഇവരെ നിറച്ചിരിക്കുക, സ്തോത്രം. ഇവരായിരിക്കുന്ന സഭയില്, ഇവരായിരിക്കുന്ന കുടുംബങ്ങളില് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. അപ്പാ ബാവുച്ചാൻ നാട്ടിൽ ആയിരിക്കുന്ന ബാവുച്ചാന്റെ കുടുംബത്തില്, ലിബിന്റെ കുടുംബത്തില്, ഇന്ത്യയിലായിരിക്കുന്ന ബാവുച്ചാന്റെ കുടുംബത്തില്, ഹല്ലേലൂയ കർത്താവേ ആങ്ങളുടെ കുടുംബത്തില്, പെങ്ങളുടെ കുടുംബത്തിൽ, ഇങ്ങനെ സഭയില് എല്ലാ മേഖലകളും ഇവർ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. സ്വർഗ്ഗസ്ഥനായ ദൈവം തമ്പുരാനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി തീരട്ടെ. നിങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രസ്തുതനായ റൂഫസിനെ പോലെ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇങ്ങനെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട പുരുഷനായി തീരട്ടെ. ആമേൻ. ഈ സന്ദർഭത്തിൽ ഒരു പാഠത്തും ഓരോ സാക്ഷികളും സൈൻ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ഓഫറിങ്ങും അർപ്പിക്കുന്നതായിരിക്കും. അവരുടെ ആദ്യ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചതിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നൽകുവാനുള്ള സമയമാണ് ഇപ്പോൾ പാട്ട് പാടുന്നത്. കണ്ടേ എനിക്കെല്ലാം ആയിരങ്ങൾ ഏറ്റവും സുന്ദരനേ
പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി ആദിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ ശാരോണിൻ പന്നീരിൻ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി ആദിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ ആദിനായിരങ്ങൾ ലോകരെല്ലാം കൈവേടിഞ്ഞാലും ശോകാംശകനും താങ്ങും തങ്ങളുമായി അവനെന്നെ മറക്കുകയില്ല മൃത്യുവീലും കൈവീഴില്ല അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും തുമ്പം ദുഃഖങ്ങളാതിൽ ആശ്വാസം നൽകുന്നു എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ ശാരോണിൻ പന്നീരിൻ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി ആദിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ ആദിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ ജീവന്റെ നാദി കവിഞ്ഞൊഴുകുമേ ശാരോണിൻ പന്നീരിൻ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി ആദിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ ആദിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ വിവാഹത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത്രത്തോളം നാം ഇവിടെ അനുഭവിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ അവർക്ക് ഈ വിവാഹ സർട്ടിഫിക്കറ്റ് കൈമാറുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ മിസസ് ആൻഡ് മിസ്റ്റർ ലിബിൻ മാത്യു എം ജോൺ ആയി അവര് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച സന്തോഷ വിവരം ഒരു പ്രാവശ്യം കൂടി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഈ സന്ദർഭത്തിൽ ഈ സർട്ടിഫിക്കറ്റ് അവർക്ക് കൈമാറുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകും. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം വളരെ മംഗളകരമായി കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ദൈവവചനപ്രകാരം എല്ലാ വിവാഹ മംഗള ആശംസകളും നേർന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലയിലും വചനപ്രകാരമുള്ള എല്ലാ അനുഗ്രഹങ്ങളാലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം ഒന്ന് ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്തെങ്കിലും തുടർന്ന് പറയുന്നതിന് മുമ്പ് എനിക്കൊരു താല്പര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ചിരിച്ചു കാണണം. രാവിലെ തൊട്ട് ഇതുവരെ നമ്മളെല്ലാം അല്പം മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു. എന്നാലും ദൈവത്തിന് സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ഹാപ്പി ഐ വിൽ ബി ഓൾസോ ഹാപ്പി. എനിവേ
ഞാൻ ആദ്യമായി പറയുന്ന ഫൈനലി, അന്തിമമായി, അഖിർകാർ, അവസാനം ലിബിൻ വിവാഹം നടന്നു എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന വക തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കുറേ നാള് പ്ലാൻ ചെയ്തു, നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞങ്ങളൊക്കെ ആ കുടുംബത്തിലെ അംഗങ്ങൾ ആത്മീയമായിട്ട് നിലകളിലേ ഉള്ളൂ എങ്കിൽ തന്നെയും ഞങ്ങളും പ്രാർത്ഥിച്ചു, വളരെ ആഗ്രഹിച്ചു. എന്നാൽ അവർ പ്ലാൻ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായി, കേരളത്തിന് വ്യത്യസ്തമായി ഇവിടെ ഭോപ്പാലിൽ ഈ വിവാഹം നടക്കുവാൻ ഇടയായി. ഇവിടെ ഇങ്ങനെ ഒരു കഹാവത്തുണ്ട്, മാൻ പ്രൊപ്പോസസ് ബട്ട് ഗോഡ് ആക്ച്വലി ഡിസ്പോസസ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും അങ്ങ് പ്ലാൻ ചെയ്യും, എന്നാൽ ദൈവത്തിന്റെ ഹിതം, അതിന്റെ ബെസ്റ്റ് ഗുഡ് പ്ലീസിങ് ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ് ഈസ് ഓൾ ദ മോർ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ദൈവം ഇതിനകത്ത് ഡിസ്പോസ് ചെയ്യേണ്ട ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കി. അങ്ങനെയാണ് ഭോപ്പാലിൽ വെച്ച് നടക്കാൻ കഴിഞ്ഞത്. എനിക്കും വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും വളരെ സന്തോഷമുള്ളത് ഭോപ്പാലിൽ വെച്ച് കല്യാണം നടന്നതുകൊണ്ടാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഹിന്ദിയിൽ ഒരു വാക്കുകൊണ്ട് റബിനെ ബനാദി ജോഡി. അവർ രണ്ടുപേരും നല്ല ജോഡികളാണ്. ദൈവം അവരെ യോജിപ്പിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സിസ്റ്റർ സോമിയോടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ ആക്ച്വലി ചിന്തിക്കുകയാണ്, why they decided to conduct the marriage on 4th June. So I was thinking, why this ഞങ്ങൾ വിചാരിച്ചു maybe in the first or second week of June. പക്ഷേ ഇന്നലെ രാത്രി I think Libin mentioned that in the early morning when I got up, Facebook കണ്ടു സോമിയുടെ ബർത്ത്ഡേ. So happy birthday to you, Somi. It's been a special day. You're celebrating this birthday along with your husband. Okay, so that's a very sweet thing. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ലിബിനെ കുറിച്ച് പെട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഞങ്ങൾ മാത്യു പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ ഭോപ്പാലിൽ 48 സഭകളുള്ള പെന്തക്കോസ്റ്റൽ യുണൈറ്റഡ് പ്രയർ ഫെലോഷിപ്പ് എന്ന മലയാളി പെന്തക്കോസ്റ്റൽ യൂണിയന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ലിബിനായിട്ട് ഇരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ വിങ്ങിന്റെ ട്രഷറർ ആയിരുന്നു. എന്നാൽ ഇതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് മാത്യു സാർ പറഞ്ഞത് ഓർക്കുമായിരുന്നു, ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് യൂത്ത് വിങ്ങിന്റെയും ട്രഷറായിട്ട് താൻ തുടങ്ങി. ഇപ്പോൾ താൻ മെയിൻ വിങ്ങിന്റെ ട്രഷറായിട്ട് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. ദൈവം തന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. തന്റെ ജീവിതത്തിന്റെ എല്ലാ നിലകളിലും, തന്റെ ജീവിതത്തിന്റെ തുടക്കം തൊട്ട് ഇതുവരെയും വലിയ അനുഗ്രഹങ്ങളെ ദൈവം പകർന്നു തന്നു, കൊടുത്തു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് സംസാരിക്കുന്ന ആളാണ്, എന്നാൽ വളരെ കാര്യങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ടോക്കറ്റീവ് അല്ല, പക്ഷേ ഈസ് എ പ്ലാനർ. ഈ പ്ലാൻസ് ദ തിങ് ആൻഡ് ഡസ് വെരി വെൽ. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞത്, താൻ ഒരു മാനേജീരിയൽ പൊസിഷൻ വളരെയധികം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. തന്റെ ജീവിതത്തിലും തന്റെ ഫൈനാൻസിലും എനിക്ക് അറിയാവുന്നിടത്തോളം, to the extent to which I know that is a man who manages things well. മണി ആയാലും എല്ലാ കാര്യങ്ങളും, തന്റെ സ്വഭാവം, തന്റെ ജീവിതത്തെ ഇതുവരെയും മാനേജ് ചെയ്യാൻ ദൈവം തനിക്ക് കഴിഞ്ഞു, കൃപ കൊടുത്തു. അതിന് ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു. ഒരു വാക്യം പറഞ്ഞിട്ട് തനിക്കുള്ള വിശ്വസ് കൊടുക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സഭാപ്രസംഗി Ecclesiastes chapter 4 verse 9 and 10. സഭാപ്രസംഗി 4-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ ഇങ്ങനെയാണ്: 2 are better than 1 because they have a good return for their work. രണ്ടുപേർ ഒരുമിച്ച് ആയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അവരുടെ പ്രയത്നത്തിന് ദൈവം പ്രതിഫലം കൊടുക്കും. ഇന്ന് വരെയും സോമിയും ലിബിനും അവരുടേതായ തലങ്ങളിൽ വ്യത്യസ്തരായിരുന്നു. എന്നാൽ ഇന്ന് അവർ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ പണിയിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതിനകത്ത് തുടർന്ന് പറഞ്ഞത്, if one falls down, his friend can help him up. ഒരു വ്യക്തി തളർന്നു വീഴുകയാണെങ്കിൽ അടുത്ത സാധിക്ക് തന്നെ ഓർപ്പിക്കാൻ, തന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. But pity the man who falls and has no one to help. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒന്ന് വീണു കഴിഞ്ഞാൽ ഒരുപക്ഷെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിന്റെ ഡെവലപ്പിംഗ് ഏജിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്ന് തളർന്നു പോയാൽ, ഒന്ന് കാലൊന്ന് ഇടറിയാൽ സഹായിക്കാൻ ഒരു സാധിയെ, തനിക്ക് നല്ല സാധിയെ കിട്ടി എന്നുള്ളത് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ സമയത്ത് പെന്തക്കോസ്റ്റൽ യുണൈറ്റഡ് പ്രയർ ഫെലോഷിപ്പിന്റെ എല്ലാ വിങ്ങുകളുടെയും നാമത്തിലുള്ളതായ ആശംസ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം IPC ഭോപ്പാൽ ഡിസ്ട്രിക്റ്റിന്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ കർത്താദാസ് CP മാത്യു പാസ്റ്ററിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഭോപ്പാൽ ഡിസ്ട്രിക്റ്റിന്റെ. ഞങ്ങളുടെ IPC ഭോപ്പാൽ ഡിസ്ട്രിക്റ്റിന്റെയും എല്ലാ ആശംസകളെയും നിങ്ങളെ അറിയിക്കട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സമയത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയും ഞങ്ങളുടെ ആശംസ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം എല്ലാ രീതിയിൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ. ഒരു അല്പസമയം ആശംസയായിട്ട് പറയാനുള്ള അവസരം കൊടുക്കുന്നു. എനിക്ക് എൻ്റെ മനസ്സിൽ തനിക്ക് ഒരു പ്രാർത്ഥന, ഒരു വചനം വാക്യം വായിക്കുന്ന മാത്രമല്ലല്ലോ, ലോക്കൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലും അതിൽ തനിക്ക് ഇവർക്ക് ആശംസിക്കാനുണ്ട്. അതിനായി ഈ സമയത്തെ വിനിയോഗിക്കും. अब तक चलाया है, अब तक संभाला है, अच्छा बिनेज है ना. The God who has led you in the past,
the Lord who is leading, the same God will continue to lead in the future also. Let you continue to trust in Him. He will lead you. वही परमेश्वर जिसने आपकी अगुवाई पिछले दिनों किया था, जो कर रहा है आने वाले भविष्य में भी, वही परमेश्वर आपकी अगुवाई करने पाए, ये मेरी आपके लिए प्रार्थना है। साथ साथ हमारी पीथमपुर बेरशेबा चर्च ऑफ गॉड की तरफ से भी आप सबको खास तौर से लिबिन और सोमी को इस शादी की शुभकामनाएं हम देते हैं। खास तौर से मेरे और मेरे परिवार की ओर से, हमारी कलीसिया की ओर से we share our blessings to you. Just like to share a few thoughts before you. मसीह परिवार के समीकरण होते हैं। There are equations of Christian family. उसको मैं जल्द से बताता हूँ। जैसे कि मैथ्स में equations होते हैं, गणित में समीकरण होते हैं। उसमें होता है एडिशन, सब्सट्रैक्शन, मल्टीप्लिकेशन और डिवीजन। हिंदी में जोड़ना, घटाना, गुणा करना और भाग देना। इसको मैं आपके बीच में उसको बताता हूँ कि मसीह समीकरण, व्हाट इज द क्रिश्चियन इक्वेशन ऑफ दिस मैथमेटिक्स। जोड़ना, एडिशन। आज से जैसे पास्टर साहब ने बताया कि आपको परमेश्वर ने जोड़ा है, तो आपकी जीवन में आज से आपका प्रार्थना को आपको एडिशन करना है, बढ़ाना है आपके जीवन को। आपका संडे का जो भी मसीह संगति है, उन सभी को उपवास है, प्रार्थना है, बाइबल का अध्ययन है, सबको आपको क्या करना है, आज से बढ़ाना है, उसको एडिशन करना है। और दूसरा है सब्सट्रैक्शन, घटाना है। क्या घटाना है? आपकी जीवन की हर एक नेगेटिव बातों को समय नहीं है मेरे पास रेफरेंस बताने के लिए, लेकिन आपकी जीवन की हर एक नेगेटिव बातों को, रिमूव ऑल द नेगेटिव एटीट्यूड फ्रॉम योर लाइफ, सब्सट्रैक्ट दोस थिंग्स फ्रॉम योर लाइफ। अपने जीवन से उन बातों को घटा दीजिए। मल्टीप्लाई, क्या गुना करना है, क्या मल्टीप्लाई करना है? परमेश्वर के वचन के आधार पर, पहले कोरिन्थियों 13 के आधार पर अपने जीवन में प्रेम को इंक्रीज, मल्टीप्लाई लव फॉर ईच अदर, मल्टीप्लाई लव फॉर योर फैमिली, मल्टीप्लाई लव फॉर योर चर्च, मल्टीप्लाई एंड मल्टीप्लाई एंड मल्टीप्लाई। और चौथी बार, फोर्थ थिंग, क्या करना है? डिविजन, भाग देना है। क्या करना है? क्या भाग देना है? क्या डिवाइड करना है? एक दूसरे का बोझ, कैरी ईच अदर्स बर्डन। अकेले नहीं जाएगा जीवन, एक दूसरे का बोझ शेयर करते हुए परमेश्वर इस छोटे से मसीह समीकरण के द्वारा, एक छोटे से क्रिश्चियन इक्वेशन के द्वारा आपके भविष्य को प्रभु यीशु मसीह आशीष दे, बरकत दे। हमारी ओर से, हमारी कलीसिया की ओर से, we bless all the blessings upon both of you. May God bless you more and more. Thank you. ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു ദീർഘശ്വാസം വിട്ട് ഒന്ന് സമാധാനമായിട്ടിരുന്നു. കാരണം ഇത് കഴിഞ്ഞല്ലോ, ഇത്രയും നേരം നമ്മൾ ക്ഷമയോടെ സഹിച്ചതിന് അവസാനത്തെ ഭാഗമായി എത്തിയിരിക്കുകയാണ്. എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരു നന്ദി വാക്ക് പറയാനാണ്. എത്രയും പെട്ടെന്ന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാൻ ആഗ്രഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നാല് വശത്തൂടെ നോക്കിയാൽ നമുക്ക് വിപരീതമായ ഒരു അവസ്ഥയായിരുന്നു ഇതെല്ലാം. നമ്മൾക്ക് പ്രിയപ്പെട്ടവരുണ്ട്, സ്നേഹിതരുണ്ട്, അവരെ ആരെയും കൂട്ടാൻ സാധിക്കാതെ ഈ വിവാഹം എന്ന് നടത്തും, എങ്ങനെ നടത്തുമെന്നൊക്കെ എല്ലാം പ്രിയപ്പെട്ടവരും ഭാരപ്പെട്ട ഒരു സമയത്ത് ഇത്രത്തോളം അത്ഭുതകരമായി ദൈവം നമ്മളെ ഇത്രത്തോളം ദൈവം സഹായിച്ചു. എല്ലാറ്റിലും ഉപരിയായി വളരെ ഈ ഒരു 3 ദിവസം മുൻപ് എന്തോ തീച്ചൂടായിരുന്നു, എന്നാൽ വലിയവനായ ദൈവം ഇവിടെ നമ്മൾക്ക് മേഘസ്തംഭം തന്നു. ദൈവം നല്ലൊരു അന്തരീക്ഷം തന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാൻ തക്കവണ്ണം നിയമിക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ഇത്രത്തോളം പേർക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ആ വലിയവനായ ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമതായി പിമാരിയെ സോളംനെ സെഷൻ ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CP മാത്യുവിന് എല്ലാവിധമായ നന്ദി അറിയിക്കുന്നു. ദൈവം തന്റെ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥനയോടെ ഇതൊക്കെ ചെയ്യുവാൻ പ്രിയപ്പെട്ട ദൈവദാസനെ ദൈവം സഹായിച്ചോർത്ത് തന്റെ വലിയൊരു സമയം നൽകിയതിനായി ദൈവദാസൻ നന്ദി പറയുന്നു. അടുത്തായിട്ട് ഭോപ്പാൽ പെന്തക്കോസ്റ്റ് പ്രയർ ഫെലോഷിപ്പിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ മാത്യു അനൻ പാസ്റ്റർ, വളരെയധികം തിരക്കാണ് അദ്ദേഹത്തിന്. ലോക്ക്ഡൗൺ ആണെങ്കിലും 26 മണിക്കൂർ കിട്ടിയാലും തികയാത്ത പോലെ വളരെ ബിസി ആയിരിക്കും. ഞങ്ങളുടെ വാത്സല്യ പാസ്റ്റർക്ക് ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ മാത്യു അനൻ പാസ്റ്റർക്കും കുടുംബത്തിനും ഇത്തരണത്തിൽ ദൈവനാമത്തിൽ ഓൺ ബിഹാഫ് ഓഫ് കരുണാലയ ഫാമിലി, മാളിയേക്കൽ ഫാമിലി നന്ദി പറയുകയാണ്. അടുത്തായിട്ട് വൈസ് പ്രസിഡന്റായിട്ട് PUPF വൈസ് പ്രസിഡന്റായിട്ട് നേതൃത്വം അനുഷ്ഠിക്കുകയും ഞങ്ങളുടെ ഏത് കാര്യത്തിനും ഏത് സമയത്തും
രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞങ്ങളുടെ ഏത് കാര്യത്തിനും ഓടി വരുന്ന, വിളിക്കൊന്നും വേണ്ട, കാര്യം അറിഞ്ഞ് ഓടി വരുന്ന പാസ്റ്റർ മാത്യു ജോർജ് കുടുംബമായിട്ട് ഇവിടെയുണ്ട്. ദൈവനാമത്തിൽ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി പറയുകയാണ്. പ്രസ്ബിറ്ററായി ഈ IET ചർച്ചിന്റെ പ്രസ്ബിറ്ററായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ രാജു മാത്യു ഇന്ന് നേരിൽ കാണാൻ സാധിച്ചു. പാസ്റ്റർ പലപ്പോഴും വാട്സപ്പിൽ കൂടെ പാസ്റ്ററുടെ മെസ്സേജ് ഒക്കെ കാണാറുണ്ടായിരുന്നു. ഇന്ന് നേരിൽ കാണാൻ ദൈവം സഹായിച്ചു. കടന്നു വന്നതിനായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനായും ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം പാസ്റ്റർ സോമി സഭയിലെ സോമി ആരാധിക്കുന്ന സഭയുടെ ശുശ്രൂഷകനായ പാസ്റ്റർ ദീപക് എബ്രഹാം വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണെങ്കിലും കർത്താവിന്റെ ദാസൻ ഇവിടെ കടന്നു വന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കോണം ഇടയായതിനാൽ ദൈവനാമത്തിൽ പാസ്റ്റർ ദീപക് എബ്രഹാമിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ സൂമിൽ കൂടെ നമ്മളെവിടെ ദൈവവചനം ശുശ്രൂഷിച്ച ലിബിന്റെ പാസ്റ്റർ സജീഷ് സാമുവേൽ നാട്ടിൽ നിന്നും താൻ നമ്മളോട് വചനം ശുശ്രൂഷിക്കുകയുണ്ടായി. ദൈവം അദ്ദേഹത്തെ കുടുംബമായി അവിടുത്തെ ശുശ്രൂഷയൊക്കെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മളെല്ലാം വെൽക്കം ചെയ്ത ഒരാളുണ്ട് ഇവിടെ നിന്നും വളരെ വിദൂരതയിൽ നിന്നും, പാസ്റ്റർ തോമസ് ഫിലിപ്പ്, അതായത് ലിബിന്റെ അമ്മാച്ചനാണ്. തോമസ് ഫിലിപ്പിന് ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. വളരെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു പലയിടത്തുനിന്നും ആ സമയത്ത് ഫോൺ വന്നു. എന്നാലും താനും പങ്കുകൊള്ളുവാൻ ദൈവം സഹായിച്ചുവല്ലോ. ദൈവനാമത്തിൽ പാസ്റ്റർ തോമസ് ഫിലിപ്പിനും കുടുംബത്തോടുള്ള നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കട്ടെ. അതോടൊപ്പം ലിബിന്റെ മാതാവും പിതാവും ഇവിടെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതോടൊപ്പം അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ് എല്ലാവരും ഉണ്ട്. ഞാൻ ചുരുക്കമായിട്ടെല്ലാം ഒന്നിച്ച് പറയട്ടെ. അതോടൊപ്പം സോമിയുടെ മാതാപിതാക്കളും ബ്രദർ, സിസ്റ്റർ-ഇൻ-ലോ, അതുപോലെ കൂടെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇവർക്കൊക്കെ കടന്നു വരുവാൻ തക്കോണം ദൈവം സഹായിച്ചു. ദൈവനാമത്തിൽ നിങ്ങളോടുള്ള നന്ദി ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇതോടൊപ്പം ഇതിലൊക്കെ ഉപരിയായി നമ്മൾ വചനമൊക്കെ കേട്ട് വളരെ ബുദ്ധിമുട്ടോടെ ഇരിക്കും ഒരു പാട്ട് പാടി ആശ്വസിപ്പിച്ച് നമ്മുടെ കൊയറാണ്. വിൻസെന്റ് സാർ ആൻഡ് ടീം വളരെ നന്നായി, വിൻസെന്റ് സാറിൻ്റെ ടീം ആ പാട്ട് ഉത്തരവാദിത്വപൂർവ്വത്തോടെ അത് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓഡിയോ ഈ ക്യാമറയിൽ വളരെ പേര് ഇങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ നാട്ടിൽ നിന്നും എല്ലാം പറയുന്ന ഒന്നിച്ച് എടുത്ത് അയച്ചു തരുന്ന വെറോണ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം റെജി ആൻഡ് ടീം, ഓഡിയോ ആൻഡ് വീഡിയോ, ആൻഡ് आशीष एंड टीम, इनके सारे टीम मेंबर्स को मैं प्रभु यीशु मसीह के नाम से आपको धन्यवाद देती हूँ. आप लोगों ने बहुत मेहनत किया. हमसे पहले आप लोग दूल्हे के और दुल्हन के घर पहुँच गए. पहले से आप लोगों ने ये सब बंदोबस्त किया. प्रभु यीशु मसीह आपको बहुत ऐसे आशीष दे. मैं बहुत ऐसे आपको धन्यवाद देती हूँ. और ये प्रिंस थॉमस लाइव कोरोना बहुत ही डिफिकल्टी हो रहा था, क्योंकि ये आप लोगों को मालूम है, അറിയാവുന്നതുപോലെ ഈ സൈക്ലോണൊക്കെ നടക്കുന്നതുകൊണ്ട് പലയിടത്തും ശരിയായ ഗുണം നെറ്റ് കിട്ടുന്നില്ല. എന്നാലും പ്രിൻസ് പാസ്റ്റർക്ക് ഒരു പ്രാവശ്യം കൂടെ, വെറോണ മീഡിയയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് സൂമും ആൻഡ് ഫേസ്ബുക്ക് വ്യൂവേഴ്സ്, അവർക്ക് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം, ഞങ്ങളുടെ സ്നേഹിതര് പലരും, എല്ലാവരുടെയും റിലേറ്റീവ്സ് പലയിടത്തും ഇരുന്ന് കാണുകയാണ്. അവർക്കെല്ലാം ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ ഹോള് ഇത്ര മനോഹരമായി ക്രമീകരിച്ചെന്ന OM टीम को मैं अपना धन्यवाद व्यक्त करना चाहती हूँ तहे दिल से. OM के सारे पदाधिकारियों को मैं धन्यवाद देती हूँ. आप लोगों ने ये व्यवस्था बहुत सुंदर तरीके से आप लोगों ने करने के लिए मैं अनुमति दिया. आपको बहुत ऐसे प्रभु आशीष दे. मैं बहुत तहे दिल से धन्यवाद देती हूँ. അതോടൊപ്പം റെജി കാറ്ററിംഗ് के लिए मैं धन्यवाद देना चाहती हूँ. ദൈവനാമത്തിലുള്ള നന്ദി അവരെ അറിയിക്കുകയാണ്. അതുപോലെ അഭിനവ് ഹോംസ് ക്ലബ് रहने के लिए बंदोबस्त किया.
उनको भी मैं तिरुपति अभिनव होम्स के सारे टीम को मैं बहुत बहुत धन्यवाद देती हूँ. ഇനി ഒരു കാര്യം കൂടെ വിട്ടുപോയി, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് ലിബിനും സോമിക്കുമായിരുന്നു. നിങ്ങൾ ക്ഷമിക്കുക, ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാണ്. മനഃപൂർവ്വം തന്നെ ലാസ്റ്റിലാക്കി. ഇന്നിവരിവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നിവിടെ വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പരമേശ്വർ ആപ്കോ ആശിഷ് ദേ. എൻ്റെ ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ അറിയിച്ചോളൂ. ഒരു സെക്കൻഡൂടെ ഇത്രയും എല്ലാം പറഞ്ഞ് എന്നെ സഹിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്കെല്ലാവരും ഈ ഏരിയയിൽ സേവനം അനുഷ്ഠിക്കുന്ന കർത്തദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കുന്നതായിരിക്കും. ശുശ്രൂഷ വളരെ അനുഗ്രഹമായി നടത്തുവാൻ നമ്മുടെ കർത്താവ് സഹായിച്ചുവല്ലോ. ഒരു സെക്കൻഡ് നമ്മുടെ കരങ്ങൾ ഉയർന്ന് നമ്മുടെ കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പല ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ടായിരുന്ന നടുവിൽ വളരെ മനോഹരമായി എല്ലാം നടത്തുവാൻ നമ്മുടെ കർത്താവ് സഹായിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാസനമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെങ്കിൽ സ്തോത്രം സ്തുതിയും അർപ്പിക്കുന്ന പിതാവേ, കർത്താവെ ദീർഘം നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്മേൽ ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചതിനാണ് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ലിബിന്റെയും സോമയുടെയും വിവാഹ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വരുവാനും കർത്താവിത്തോളം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് പ്രത്യേകാൽ ലിബിനെയും സോമയെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിന്റെ മക്കളെ ഇന്ന് കൂട്ടിച്ചേർത്തല്ലോ. ഭർത്താവും ഭാര്യയും എന്ന ഒരു പദവിയിലേക്ക് നീ അവരെ ഉയർത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവമേ, ഇന്ന് അവരെ അനുഗ്രഹിച്ച ഞങ്ങളുടെ കുടുംബങ്ങളും ദേവദാസന്മാരെല്ലാവരും ചേർന്ന് അവരെ അനുഗ്രഹിച്ച് ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെയായല്ലോ. ഞങ്ങൾക്ക് നീ അവരെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. വരും നാളുകളിൽ ഈ ലോകത്തിന് മാതൃകയുള്ള ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ നിന്റെ മക്കളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും ഏത് കർത്താവെ അവസ്ഥകളിലും കർത്താവെ നിന്നെ മറക്കാതെ നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു നല്ല കുടുംബ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അവരുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അവരുടെ ജനനം മുതൽ ഈ വിവാഹ ദിവസം വരെ അവരെ കർത്താവെ സ്നേഹിക്കുകയും അവരെ പരിപാലിക്കുകയും അവരെ നല്ല ഓരോ വ്യക്തിത്വത്തിന് ഉടമയാക്കി തീരുവാൻ കർത്താവെ നീ നിന്റെ മാതാപിതാക്കളെ സഹായിച്ചല്ലോ. അവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർക്കും ഇതിൽ ചേരുവാൻ കഴിഞ്ഞില്ല, ഇതിൽ ഭാഗമാക്കുവാൻ കഴിഞ്ഞില്ല, ദൂരത്തായതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. കർത്താവെ, നീ അവരൊക്കെയും സഹായിക്കുകയും മാനിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വിവാഹ ശുശ്രൂഷ നടത്തുവാതോളം പാസ്റ്റർ സിബി മാത്യുവിനെ സഹായിച്ചുവല്ലോ. ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ദൈവവചനം സൃഷ്ടിക്കുവാനായി ദുരിതം ചേർന്നൊക്കെയും കർത്താവിന്റെ ദാസന്മാരെ ദൂരിക്കാനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കിയ എല്ലാ ദേവദാസന്മാരെയും എല്ലാ വ്യക്തികളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ എല്ലാവരെയും അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെല്ലാം മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ കർത്താവിൽ നിന്ന് പിരിഞ്ഞു പോകുകയാണ്. അങ്ങനെ പിരിയാത്ത സാന്നിധ്യം അവിടുന്ന് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ലിബിനെയും സോമിയെയും നിങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. മകളെ ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. സ്തോത്രം. കർത്താവെ, പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു വിലയേറിയ നാമത്തിൽ തന്നെ. പിതാവിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ സഹവാസവും വിശേഷാൽ ഇന്ന് വിവാഹിതരായ ലിബിനോടും സ്വാമിയോടും കൂടെ അവിടെ എല്ലാ കുടുംബക്കാരോടും ചാർച്ചക്കാരോടും കൂടെ ഇവിടെ സന്നിധാനിക്കുന്ന എല്ലാ ദേവദാസന്മാരും എല്ലാ വിശ്വാസികളും കൂടെ അതിന്റെ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഇന്ന് വിധേയകം ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് യേശുവേ വേഗം വരണമേ. ഇതിനുശേഷം റിസപ്ഷൻ നമുക്ക് കൂടിവട്ടം എല്ലാവർക്കും ഉണ്ട്. കുഞ്ഞുങ്ങൾ ഇതിനുശേഷം കേക്ക് കട്ട് ചെയ്യും. ആ സന്ദർഭത്തിൽ വിഷ് ചെയ്യാം. പിന്നീട് ഓർപ്പിക്കുന്നു. ദൈവം ഒരുപോലെ അനുഗ്രഹിക്കും. ആമേൻ.
हो जब तुझे प्यार, भलाई में बदले हर हाल, मानता हूँ जब तेरी बात, आशीषों से बनते सारे कटुलन, बनते सारे कटुलन। यीशु यीशु ले जा, यीशु यीशु तू सबसे है प्रेसिडेंट मैथ्यू ओनन और वाइस प्रेसिडेंट मैथ्यू जॉर्ज ये मेमेंटो इनको प्रेजेंट कर रहे हैं। ताली बजाएं, सब ताली बजाएं। और प्रेसिडेंट अपने प्रेसिडेंट को प्रेसिडेंट वाइस प्रेसिडेंट दे रहे हैं, लेकिन अब हमारे पार्ट है वो बहुत आय से आशीष करे, आनंद करे, प्रभु उनके संघर्ष आनंदित रखे। ओके, थैंक यू, थैंक यू। एक अनाउंसमेंट है, जितने भी लोग प्रेजेंटेशन देना चाहते हैं अभी आपके लिए टाइम है। ज्यादातर लोग नहीं होंगे, लेकिन जो भी प्रेजेंटेशन लेके आए हैं उनके लिए टाइम है प्रेजेंटेशन देने का।